അറിയാനും അറിയിക്കാനും ശാസ്ത്രവും ശാസ്ത്ര സത്യങ്ങളും എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുവാണ് സാഗരം. സാഗരം അഥവാ ജലം. നാം കരഞ്ഞാൽ അതിനകത്ത് ഉപ്പുനീരാണ്. പക്ഷേ ആധുനിക ശാസ്ത്രം പറയുന്നത് ഉപ്പ് കഴിക്കാൻ പാടില്ല, ഉപ്പ് കഴിച്ചാൽ നിങ്ങൾക്ക് പ്രഷർ കൂടും, ഇല്ലാത്ത അസുഖങ്ങളുണ്ടാവും. അവരുടെ ഈ മെഡിസിൻ്റെ എൻട്രി തന്നെ, ഗേറ്റ് വേ തന്നെ ഉപ്പും ബി.പിയും കണക്ട് ചെയ്തിട്ടാണ്. നിങ്ങൾ അറിയേണ്ട ഇതിനകത്തൊരു തമാശ, ഏതെങ്കിലും ഒരു രോഗിക്ക് ഒരു പ്രഷറോ അല്ലെങ്കിൽ ഷുഗർ എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന ഡെക്സ്ട്രോ സൊല്യൂഷനാണ്. അതായത് ഫിസിക്കലായിട്ടുള്ള സോളിഡായിട്ടുള്ള ആഹാരത്തിൻ്റെ തത്തുല്യമായ എല്ലാ രീതിക്കുള്ള കാർബോഹൈഡ്രേറ്റ്സ്, ഷുഗർ, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ഡെക്സ്ട്രോസ്. ഡെക്സ്ട്രോസ് എന്ന് പറയുന്നത് ശരിക്കും ഉപ്പുനീര് തന്നെയാണ്. അതായത് ഈ പഞ്ചസാരയും ആൽക്കലിനും കൂടെ ചേർന്നുണ്ടാക്കുന്ന ഒരു ഷുഗറാണ് ഡെക്സ്ട്രോസ് എന്ന് പറയുന്നത്. ആ ഷുഗർ സൊല്യൂഷൻ നമുക്ക് പകരമായിട്ട് കൊടുക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഉപ്പ് നാം കഴിച്ചുകൂടാന്ന് പറയുന്നത്? വേറൊരു തെറ്റിദ്ധാരണമായ കാര്യമാണ് ഉപ്പിലെ അയഡിൻ. ഈ സമുദ്രത്തിൻ്റെ അത്രയും അയഡിൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു വസ്തു ലോകത്ത് തന്നെ ഇല്ല. ശരിക്കും ഹിമാലയ സാനുക്കൾ പോലുള്ള ഉത്തംഗ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അല്പം അയഡിൻ്റെ കുറവ് കാണാമായിരിക്കാം, കാര്യം സൂര്യപ്രകാശം ഇല്ലാത്ത കാരണം. പക്ഷേ എന്തിനാണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് സർക്കാർ നിയമം മൂലം എല്ലാ ജനതയും അയഡൈസ്ഡ് സാൾട്ട് കഴിക്കണമെന്ന് പറയുന്നത്? അപ്പോൾ ഇതൊക്കെ ശരിക്കും ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്താനാണോ അത് നശിപ്പിക്കാനാണോ? പണ്ട് കൃത്യമായ ശുദ്ധമായ കല്ലുപ്പ് കിട്ടുമായിരുന്നു. കാര്യം നമ്മുടെ ബോഡി ഏത് അഴുക്കിനെ കൊടുത്തു കഴിഞ്ഞാലും അതിനെയൊക്കെ പ്യൂരിഫൈ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് ബാക്കിയുള്ളതിനെ പുറന്തള്ളാനുള്ള ലിവർ ഒക്കെ ഉള്ള ഒരു ഡിസ്റ്റിലറി, ഒരു ഫങ്ഷണറി സിസ്റ്റമാണ്, ഒരു മിഷനാണ്. അതിന് പകരം പ്യൂരിഫൈഡ് ആയിട്ടുള്ള സാധനം കഴിച്ചു കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻ തന്നെ ഇല്ലാണ്ട് വരും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെള്ളം കുടിച്ചാൽ പോലും ഫാറ്റി ലിവർ വരുമെന്നാണ് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രകൃതിദത്തമായ ആഹാരങ്ങൾ, കല്ലുപ്പ് അല്ലെങ്കിൽ പഞ്ചസാര, പിന്നെ വേറൊരിതാണ് ഷുഗറിനെ കുറിച്ച് അറിയാം, വേറെ സംസാരിക്കാം. എന്തായാലും ഉപ്പ്, കല്ലുപ്പ് തന്നെ നിങ്ങൾ പൊടിച്ച് പറ്റിയാൽ അതിൻ്റെ കൂടെ കുറച്ച് വേപ്പിലയും കുറച്ച് മുരിങ്ങ ഇലയും കൂടെ ഇട്ട് വറുത്ത് പൊടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ആരോഗ്യദായകമായ ഔഷധമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നന്ദി, നമസ്കാരം.